ഹായ്, സ്മിക് ലാബ് IT ഡിപ്പാർട്ട്മെൻറ്റിലെ ഡേറ്റ സയൻസ് ഡിവിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഡേറ്റ അനാലിറ്റിക്സ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ 4 ടെക്നോളജികളും എല്ലാ ഇൻഡസ്ട്രികളിലെയും മിക്കവാറും പ്രൊജക്റ്റുകളിലും ഇമ്പോർട്ടൻ്റ് പാർട്ടായി മാറിയിരിക്കുന്നു. ഇതിനെ തുടർന്ന് ട്രഡീഷണലായ ജോബ് സെക്ടറിൽ ഉള്ളവരുടെ ജോബിന് ഭീഷണി നേരിട്ടുകയാണ്. കാരണം അവർക്ക് മിക്കവർക്കും ഡേറ്റ സയൻസ് ഇൻഡസ്ട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് സെഷനുകളിലേക്ക് മാറി നിൽക്കേണ്ടി വരികയോ ചെയ്യേണ്ട സിറ്റുവേഷനാണ് നിലവിലുള്ളത്. അങ്ങനെയുള്ള ചില ഇൻഡസ്ട്രികളാണ് റീറ്റെയിൽ, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, കൺസ്ട്രക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, എഡ്യൂക്കേഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഗവൺമെൻറ് സെക്ടർ, എനർജി ആൻഡ് യൂട്ടിലിറ്റീസ്, ഔട്ട്സോഴ്സിംഗ് ഇൻഡസ്ട്രി, ടെലികോം, അഗ്രികൾച്ചർ, ഇൻഷുറൻസ് ആൻഡ് ഹെൽത്ത് കെയർ. ഈ ഇൻഡസ്ട്രികളിലേക്ക് എക്സ്പേർട്ടായ ആളുകളുടെ അനവധി ന്യൂ ജോബ് ഡെസിഗ്നേഷൻസ് ജനറേറ്റ് ചെയ്തിരിക്കും. അതിൽ പോപ്പുലറായ ചില ജോബ് ഡെസിഗ്നേഷൻസ് ആണ് ഡേറ്റ സയൻറ്റിസ്റ്റ്, ഡേറ്റ അനാലിസിസ്റ്റ്, ഡേറ്റ എഞ്ചിനീയർ, ഡേറ്റ ആർക്കിടെക്ട്, മെഷീൻ ലേണിംഗ് എക്സ്പെർട്ട്, ബിസിനസ് ഇൻ്റലിജൻസ് ഡെവലപ്പർ, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയവ. ഈ ജോബ് ഡെസിഗ്നേഷനിലെ ഒക്കെ എക്സ്പേർട്ടായ കാൻഡിഡേറ്റുകളെ തയ്യാറാക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടുത്താൻ. ഇത് 2 പ്രോഗ്രാമുകളുണ്ട്. ഒന്ന് മാസ്റ്റർ ഇൻ ഡേറ്റ സയൻസ്, രണ്ടാമത്തേത് മാസ്റ്റർ ഇൻ ഡേറ്റ അനാലിറ്റിക്സ്. എല്ലാ പ്രോഗ്രാമുകളും ഗൈഡ് ചെയ്യുന്നത് വർഷങ്ങളോളം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ടുകളുടെ കീഴിലാണ്. ആദ്യമായി 2 പ്രോഗ്രാമുകളും കോമൺ ആയി പ്രൊവൈഡ് ചെയ്യുന്ന ചില ഫെസിലിറ്റീസ് പറയാം. എല്ലാ ടെക്നോളജീസും അതിൻ്റെ 0th ലെവൽ മുതൽ തുടങ്ങി അഡ്വാൻസ്ഡ് ലെവൽ വരെ എത്തുന്നു. ഡെയിലി അസൈൻമെൻറ്റ് പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. വീക്ക്ലി സെമിനാർ പ്രസൻറ്റേഷൻസ്, ഡാറ്റ അനാലിസിസിൽ ലൈവ് ഡേറ്റകളും ഇൻഡസ്ട്രി ഡേറ്റകളും യൂസ് ചെയ്യും. ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും കാലിബർ അനുസരിച്ചുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് കൊടുക്കുന്നത്. പ്രോജക്റ്റ് ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, പ്രസൻറ്റേഷൻ എന്നിവയും ഈ സെഷനുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ പ്രോജക്റ്റുകളും വർക്കുകളും ഗിറ്റ്ഹബ് പോലുള്ള ഫോറങ്ങളിലും അപ്ലോഡ് ചെയ്യും. റെസ്യൂം പ്രിപ്പറേഷൻ സെഷൻ വേറെ ഉണ്ടായിരിക്കുന്നതാണ്. സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്ന സെഷൻ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സെഷനാണ്. മോക്ക് ഇൻ്റർവ്യൂസ് കാൻഡിഡേറ്റ്സുകളെ ആത്മവിശ്വാസത്തോടെ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ പ്രാപ്തരാക്കുന്നു. ഇനി മാസ്റ്റർ ഇൻ ഡേറ്റ സയൻസ് പ്രോഗ്രാമിനെ കുറിച്ച്. ഇതൊരു 6 month പ്രോഗ്രാമാണ്. ആദ്യം മിക്കവാറുമുള്ള ഡേറ്റ സയൻസ് സൈറ്റുകളിലുള്ള ബേസായ പൈത്തൺ പ്രോഗ്രാമിങ്ങിലാണ് തുടങ്ങുന്നത്. അതോടൊപ്പം MySQL, RDBMS, പിന്നെ ഡേറ്റ സയൻസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും റിഫ്രഷ് ചെയ്യും. അടുത്തതായി ഡേറ്റ അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ ആക്ടിവിറ്റികൾക്കായി NumPy, മാറ്റ്പ്ലോട്ലിബ്, സീബോൺ ആൻഡ് പാണ്ടാസ് തുടങ്ങിയ പൈത്തോൺ ലൈബ്രറീസ് ഉപയോഗിക്കുന്നു. വെബ് ടെക്നോളജിയിൽ ഡാറ്റ സയൻസ് ഓപ്പറേഷൻ നടത്തുന്നതിനായി ഫ്ലാസ്ക്, ജാങ്കോ പോലുള്ള വെബ് ഫ്രെയിംവർക്ക്സും ഉപയോഗിക്കുന്നു. സൈക്കിൾ ലേൺ ടെക്നോളജി ഉപയോഗപ്പെടുത്തി മെഷീൻ ലേണിംഗ് ഈ സെക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. NoSQL ടെക്നോളജിയുടെ കാറ്റഗറി മോംഗോഡിബിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. വെബ് സ്ക്രാപ്പിംഗ് പ്രോസസ്സിങ്ങിനായി ബ്യൂട്ടിഫുൾ സൂപ്പ് പോലുള്ള ടെക്നോളജീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബിഗ് ഡേറ്റ സെഷനിൽ ജാവയിലൂടെ ഹഡൂപ്പ്, HBase, ഫൈബർ പോലെയുള്ള ഡേറ്റ വെയർഹൗസിംഗ് ടെക്നോളജീസും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സ്കാല ലാംഗ്വേജ് ഉപയോഗിച്ച് അപ്പാഷെ സ്പാർക്ക് ചെയ്യുന്നു. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനായി NLTK എന്ന ടെക്നോളജി ലൈബ്രറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെഷനിൽ ടെൻസർഫ്ലോ, കേരാസ്, OpenCV എന്നിവയാണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ പ്രോഗ്രാമായിട്ടുള്ള മാസ്റ്റർ ഇൻ ഡേറ്റ അനാലിറ്റിക്സ്. ഇതൊരു 4 month കോഴ്സാണ്. ഹയർ എൻഡ് പ്രോഗ്രാമിംഗ് സ്കിൽ ആവശ്യമില്ലാത്ത പ്രോഗ്രാമാണിത്. കൂടുതലും ഇൻബിൽറ്റ് ടൂളുകളും ഇൻബിൽറ്റ് ലൈബ്രറിയുമാണ് ഈ പ്രോഗ്രാമിൽ ഉള്ളത്. ഇവിടെ പ്രധാനമായി ഉപയോഗിക്കുന്ന ടെക്നോളജിയെ കുറിച്ച് പറയാം. സ്വാഭാവികമായും പൈത്തൺ പ്രോഗ്രാമിങ്ങിലാണ് തുടങ്ങുന്നത്. ഇവിടെയും MySQL, RDBMS ആഡ് ചെയ്തിട്ടുണ്ടാകും. അടുത്തതായി ഇവിടെയും സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും റിഫ്രഷ് ചെയ്യേണ്ടതായിട്ട്. ഡേറ്റ അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ ഇവിടെയും NumPy, മാറ്റ്പ്ലോട്ലിബ്, സീബോൺ ആൻഡ് പാണ്ടാസ് തുടങ്ങിയ പൈത്തോൺ ലൈബ്രറീസ് യൂസ് ചെയ്യുന്നു. മെഷീൻ ലേണിംഗ് ചെയ്യാൻ ഇവിടെയും സൈക്കിൾ ലേൺ ആണ് ഉപയോഗപ്പെടുത്തുന്നത്.
ഡേറ്റ അനാലിറ്റിക്സിനായി അധികം പ്രോഗ്രാമിംഗ് സ്കിൽ വേണ്ടാത്ത 6 പ്രോഗ്രാമിംഗ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ബേസ്ഡ് ഡേറ്റ ഓപ്പറേഷൻസ് ആൻഡ് അനാലിറ്റിക്സിൻ്റെ ഭാഗമായി മൈക്രോസോഫ്റ്റ് എക്സലും സെയിൽസ് ഫോഴ്സിൻ്റെ ടാബ്ലോ ടൂളും ഉണ്ട്. ഈ പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ടൂൾ മൈക്രോസോഫ്റ്റിൻ്റെ പവർ BI ആണ്. ടാബ്ലോയിൽ ഡേറ്റ അനാലിറ്റിക്കൽ ആൻഡ് വിഷ്വലൈസേഷൻ ഓപ്ഷൻസ് നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ടൂളാണ് പവർ BI. താങ്ക് യു.